നമസ്കാരം. നോവായി കെനിയയിലെ അപകടം. 5 മലയാളികളുടെ ജീവനാണ് പൊലിഞ്ഞത്. മരിച്ചത് പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം സ്വദേശികൾ. ആഴക്കടലിലെ ആശങ്കയും ഒഴിഞ്ഞിട്ടില്ല. പുറം കടലിലെ കപ്പലിൽ ആളിപ്പടർന്ന തീ അണയ്ക്കുന്ന ദൗത്യം അർദ്ധരാത്രിയിലും തുടരും. കപ്പൽ ആളിക്കത്തുന്നതും ചെരിയുന്നതുമൊക്കെ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നത്തിലേക്ക് പോകുമോ? അപകടം സൃഷ്ടിക്കുന്ന രാസവസ്തുക്കൾ കടലിലെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമോ? തീരം നേരിടുന്ന പ്രതിസന്ധികൾക്ക് അറുതിയാകുമോ? സമഗ്രമായ വാർത്തകളുമായി ടോപ് 10 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. കെനിയയിലെ വാഹനാപകടത്തിൽ 2 കുട്ടികളടക്കം 5 മലയാളികൾക്ക് ദാരുണാന്ത്യം. മരിച്ചവർ പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം സ്വദേശികൾ. കനത്ത മഴയിൽ ബസിന്റെ നിയന്ത്രണം വിട്ടത് അപകട കാരണം. അപകടത്തിൽപ്പെട്ടവർ ഖത്തറിൽ നിന്നും കെനിയയിലേക്ക് വിനോദസഞ്ചാരത്തിനെത്തിയവർ. കേരള തീരത്ത് കൂടുതൽ ജാഗ്രത. പുറം കടലിൽ തീപിടിച്ച കപ്പലിൽ 157 ഇനം അപകടകരമായ വസ്തുക്കൾ, 2240 ടൺ ഇന്ധനം. തീ നിയന്ത്രണ വിധേയമാകാത്തത് രക്ഷാദൌത്യത്തിന് വെല്ലുവിളി. കാണാതായ 4 പേർക്കായി തെരച്ചിൽ തുടരുന്നു. പൊള്ളലേറ്റ 2 പേരുടെ നില ഗുരുതരം. 1000 കോടിയിലേറെ രൂപയുടെ നഷ്ടമെന്ന് സൂചന. കപ്പലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്ന് റിപ്പോർട്ട്. നിലമ്പൂരിൽ PDPയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണയെ ചൊല്ലി വാക്പോര്. PDP പീഡിപ്പിക്കപ്പെട്ട വിഭാഗമെന്നും ജമാഅത്തെ ഇസ്ലാമി വർഗീയ ശക്തിയെന്നും MV ഗോവിന്ദൻ. ജമാഅത്തെ ഇസ്ലാമിയും പിണറായിയും തമ്മിൽ മുമ്പ് പരസ്യമായി ചർച്ച നടത്തിയെന്ന് VD സതീശൻ. LDFും UDFും വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുന്നുവെന്ന് BJP. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനവ്. സംസ്ഥാനത്ത് രോഗബാധിതരുടെ എണ്ണം 2223 ഏറ്റവും കൂടുതൽ എറണാകുളത്ത് 431 പേർ. കോട്ടയത്ത് 426 പേരും തിരുവനന്തപുരത്ത് 365 പേരും രോഗബാധിതർ. മഴക്കെടുതിയിൽ വലഞ്ഞ് കുട്ടനാടൻ ജനത. വെള്ളപ്പൊക്ക ദുരിതത്തിന് പിന്നാലെ റേഷൻ വിഹിതം കിട്ടിയില്ലെന്ന് പരാതി. വീടുകളിൽ നിന്നും മാറിയ കുട്ടനാട്ടുകാർക്ക് നഷ്ടമായത് മെയ് മാസത്തിലെ റേഷൻ വിഹിതം. പ്രതിഷേധവുമായി സംസ്ഥാനത്തെ റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. ടോപ് 10 സ്പെഷ്യൽ. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള ഇന്ത്യയുടെ സർവകക്ഷി സംഘം തിരിച്ചെത്തി. സന്ദർശിച്ച 5 രാജ്യങ്ങളോട് നിലപാട് വിശദീകരിച്ചെന്നും പിന്തുണ ലഭിച്ചെന്നും ശശി തരൂർ MP. ഒരു ഭാരതീയൻ എന്ന നിലയിലാണ് ലോകരാജ്യങ്ങളിൽ സംസാരിച്ചതെന്നും തരൂർ. സർവകക്ഷി സംഘം പ്രധാനമന്ത്രിയെ കാണുന്നു. വന്യജീവി പ്രശ്നത്തിൽ കേന്ദ്ര നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വെടിവെക്കാൻ കേന്ദ്രം പറയുന്ന ഉപാധികൾ അപ്രായോഗികം. മലയോര മേഖലയിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും AK ശശീന്ദ്രൻ. ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് നാളെ ഇംഗ്ലണ്ടിൽ തുടക്കം. ദക്ഷിണാഫ്രിക്കയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരം ലോർഡ്സിൽ. ഏഷ്യാ കപ്പ് യോഗ്യതാ റൗണ്ടിൽ ഇന്ത്യക്ക് തോൽവി. ഹോങ്കോങ്ങിനോട് 0-1 പരാജയപ്പെട്ടു. നടൻ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരായ കേസിൽ വനിതാ ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. തട്ടിക്കൊണ്ടുപോയി എന്ന ജീവനക്കാരുടെ പരാതി വ്യാജമെന്ന് കൃഷ്ണകുമാറിന്റെ കുടുംബം. കൃഷ്ണകുമാറിന്റെ വാഹനത്തിൽ സ്വമേധയാ കയറിപ്പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ്. കേസിൽ മുൻകൂർ ജാമ്യം തേടി കൃഷ്ണകുമാറും DA. സ്റ്റോറി ഓഫ് ദ ഡേ. ഒരു രാമങ്കരിക്കാരന്റെ സൈക്കിൾ സവാരി. വാർത്തകൾ വിശദമായി നോക്കാം. കെനിയയിലുണ്ടായ ബസ് അപകടത്തിൽ 5 മലയാളികൾ ഉൾപ്പെടെ 6 പേർ മരിച്ചു. പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം സ്വദേശികളാണ് മരിച്ചത്. കനത്ത മഴയിൽ ബസിന്റെ നിയന്ത്രണം വിട്ടതാണ് അപകട കാരണം. തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിയോടെയായിരുന്നു അപകടം. സംഘം സഞ്ചരിച്ചിരുന്ന ബസ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ഖത്തറിൽ നിന്നും കെനിയയിലേക്ക് വിനോദയാത്ര പോയ ഇന്ത്യൻ സംഘത്തിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 14 മലയാളികളാണ് സംഘത്തിലുണ്ടായിരുന്നത്. അപകടത്തിൽ 27 പേർക്ക് പരിക്കേറ്റു. 2 സ്ത്രീയും 2 കുട്ടിയും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. തൃശൂർ സ്വദേശി ജസ്ന കുട്ടിക്കാട്ടുചാലിൽ, മകൾ റൂഫി മെഹ്റിൻ മുഹമ്മദ്, തിരുവനന്തപുരം സ്വദേശി ഗീത ജോഷി ഐസക്, പാലക്കാട് മണ്ണൂർ കാഞ്ഞിരമ്പാറ സ്വദേശിനി റിയ ആൻ, മകൾ ടൈറ എന്നിവരാണ് മരിച്ച മലയാളികൾ. അപകടത്തിൽ റിയയുടെ ഭർത്താവ് ജോയൽ, മകൻ ട്രാവിസ്, ജിസ്നയുടെ ഭർത്താവ് ഹനീഫ തുടങ്ങിയവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവർ സമീപത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്.
3 പേരുടെ നില ഗുരുതരമാണ്. ഇവരെ നെയ്റോബിയിലെ ആശുപത്രിയിലേക്ക് മാറ്റും. മലയാളികൾക്ക് പുറമെ കർണാടക സ്വദേശികളും ഗോവൻ സ്വദേശികളും സംഘത്തിലുണ്ടായിരുന്നു. അപകട വാർത്ത അറിഞ്ഞ് ബന്ധുക്കൾ കെനിയയിലേക്ക് തിരിച്ചിട്ടുണ്ട്. കെനിയയിലെ നാൻഡറുവ പ്രവിശ്യയിൽ വെച്ചാണ് അപകടമുണ്ടായത്. വാഹന അപകടം സംബന്ധിച്ച് നോർക്ക സെക്രട്ടറി കെനിയ ഹൈക്കമ്മീഷണർക്ക് കത്തയച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കെനിയയിൽ മരണപ്പെട്ട തിരുവനന്തപുരം സ്വദേശി ഗീത ഷോജി ഐസക് ഖത്തറിൽ സ്പെഷ്യൽ സ്കൂൾ അധ്യാപികയായിരുന്നുവെന്ന മകൻ ജോയൽ ഇന്ന് വൈകുന്നേരമാണ് മരണവിവരം അറിഞ്ഞത്. അപകടത്തിൽ അച്ഛനും സഹോദരനും പരിക്കുണ്ട്. അച്ഛന്റെ സഹോദരൻ കെനിയയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്നും ജോയൽ പറഞ്ഞു. കോമ്പൗണ്ട് ഫ്രാക്ചർ ക്ലാവിക്കിൾ, അതിന് പ്ലേറ്റിംഗ് സർജറി വേണം വിതിൻ 1 or 2 weeks. അപ്പം അവൻ അവിടുന്ന് കെന്യ വിട്ട് ഹി ഹാസ് ടു ഗോ ബാക്ക് ടു ഖത്താർ അല്ലെങ്കിൽ ഇന്ത്യ വന്നിട്ട് ചെയ്യുന്ന ഒരു ബെറ്റർ സ്കോപ്പ്. ഫാദറിനും ഒരു റിസ്റ്റ് ഫ്രാക്ചർ ഉണ്ട്. ഓൾസോ ഫാദർ വീൽ ചെയറിൽ, അത് കഴിഞ്ഞിട്ട് ബാക്ക് പെയിൻ കൊണ്ട് നടക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ അവരിനെ രണ്ടുപേരിനെ ഇപ്പോൾ ഇച്ചിരി കൂടി സ്റ്റേബിലൈസ് ചെയ്യുക. എൻ്റെ ഫാദറിൻ്റെ എൽഡർ ബ്രദർ എമർജൻസി വിസ എംബസി വരെ എടുത്തിട്ട് ഇന്ന് രാത്രി ഫ്ലൈ ചെയ്യുന്നുണ്ട്. അവിടെ 8 o'clock മോർണിംഗിന് എത്തും. ആൻഡ് ദെൻ മമ്മീൻ്റെ ബോഡി ആണെങ്കിൽ അവർ എയർലിഫ്റ്റ് ചെയ്ത് നൈറോബി കൊണ്ടുപോയിട്ടുണ്ട്. ബേസിക്കലി അവിടെ എംബസിയിൽ നിന്ന് നല്ല ഹെൽപ്പ് വന്നിട്ടുണ്ട്. അവർ കോണ്ടാക്ട്സ് ഉണ്ട്. പിന്നെ പപ്പയും മമ്മിയും കെന്യയിലും ഖത്തറിലെ എംബസി ആക്റ്റീവ്ലി ഇൻവോൾവ് ആണ്. പിന്നെ അവിടെ പപ്പയും മമ്മിയും ഭയങ്കര ആക്റ്റീവ് ചർച്ച്, മർത്തോമ ചർച്ച് ഖത്തറിലെയാണ്. അപ്പം അവിടുത്തെ കുറേ ഹെൽപ്പ് അവിടെ നിന്നും അവർക്ക് ലോക്കൽ ഹെൽപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അവരുടെ ഫോണും പാസ്പോർട്ട്സും ഡോക്യുമെൻറ്റ്സും എല്ലാം ക്രാഷ് സൈറ്റിലായിരുന്നു. അപ്പം പോലീസിൻ്റെ കയ്യിൽ ഇപ്പോഴും ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ, അതുകൊണ്ട് അവരെ വിളിക്കാൻ ഭയങ്കര പാടാണ്. ഓസ്ട്രിയൻ നഗരമായ ഗ്രാസിലെ സ്കൂളിലുണ്ടായ വെടിവെപ്പിൽ 10 പേർ കൊല്ലപ്പെട്ടു. 7 വിദ്യാർത്ഥികളും ഒരു അധ്യാപകനുമാണ് കൊല്ലപ്പെട്ടത്. അക്രമിയെ പോലീസ് വധിച്ചു. ഓസ്ട്രിയയിലെ ഗ്രാസിലുള്ള സെക്കൻഡറി സ്കൂളിലാണ് വെടിവയ്പുണ്ടായത്. പ്രാദേശിക സമയം രാവിലെ 10 മണിയോടെയാണ് തങ്ങൾക്ക് വിവരം ലഭിച്ചതെന്നും സ്കൂൾ കെട്ടിടത്തിനുള്ളിൽ നിന്നും വെടിയൊച്ച കേട്ടതായും പോലീസ് പറയുന്നു. ഇതിനു പിന്നാലെ പോലീസ് സംഘം സ്ഥലത്തെത്തി കുട്ടികളെയും അധ്യാപകരെയും സമീപത്തുള്ളവരെയും സ്കൂളിൽ നിന്ന് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. കൊല്ലപ്പെട്ടവരിൽ 7 പേർ വിദ്യാർത്ഥികളാണെന്നാണ് റിപ്പോർട്ട്. അക്രമി ഇതേ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നുവെന്നും വിവരങ്ങളുണ്ട്. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും പോലീസ് അറിയിച്ചു. പ്രത്യേക സേനയും അടിയന്തര സേവനങ്ങളും സംഭവസ്ഥലത്ത് വേഗത്തിലെത്തിയതായി പോലീസ് വക്താവ് സാബ്രി യോർഗൻ സ്ഥിരീകരിച്ചു. ഓസ്ട്രിയയിലെ 2ാമത്തെ വലിയ നഗരമാണ് ഗ്രാസ്. നഗരത്തിലെ വടക്ക് ഭാഗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പ്രധാന ഹൈസ്കൂൾ കെട്ടിടത്തിലാണ് ഇന്ന് ആക്രമണമുണ്ടായത്. 10 വർഷം മുമ്പും ഗ്രാസിൽ സമാനമായ അപകടമുണ്ടായിരുന്നു. നഗരത്തിലെ തെരുവുകളിലൂടെ ആക്രമി വാഹനം ഓടിച്ചുകയറ്റിയതിനെ തുടർന്ന് 3 പേർ കൊല്ലപ്പെടുകയും 12ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കേരള തീരത്തിനടുത്ത് ഉൾക്കടലിൽ ചരക്ക് കപ്പൽ തീപിടുത്തത്തിൽ കാണാതായ 4 ജീവനക്കാർക്കായി തിരച്ചിൽ ഊർജിതം. പരിക്കേറ്റവരിൽ 2 പേർ മംഗലാപുരം ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. അതേസമയം കപ്പലിലെ തീയണയ്ക്കാനുള്ള ശ്രമവും പുരോഗമിക്കുന്നു. കപ്പൽ നിയന്ത്രണ വിധേയമാകാത്തതും കണ്ടെയ്നറിലെ അപകടകരമായ രാസവസ്തുക്കളുമാണ് ദൗത്യത്തിന് പ്രതിസന്ധിയാകുന്നത്. കപ്പലിൽ നിന്നും വീണ കണ്ടെയ്നറുകൾ തൃശൂർ, എറണാകുളം തീരത്തടിയാൻ സാധ്യതയുണ്ടെന്ന് കണ്ണൂർ അഴീക്കൽ പോർട്ട് ഓഫീസർ PK അരുൺകുമാർ പറഞ്ഞു. തിങ്കളാഴ്ചയാണ് ബേപ്പൂർ തുറമുഖത്ത് നിന്നും 78 നോട്ടിക്കൽ മൈൽ അകലെ ചരക്കു കപ്പലിന് തീപിടിച്ചത്. കൊളംബോയിൽ നിന്നും മുംബൈയിലേക്ക് പോവുകയായിരുന്ന സിംഗപ്പൂർ ചരക്കു കപ്പലായ MV വാൻഹായ് 503ക്കാണ് തീപിടിച്ചത്. തുടർന്ന് കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാർ കടലിലേക്ക് ചാടുകയായിരുന്നു. ഇവരിൽ 18 പേരെ കോസ്റ്റ് ഗാർഡും നാവികസേനയും ചേർന്ന് രക്ഷപ്പെടുത്തി. പരിക്കേറ്റ 6 പേരിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇവർ മംഗലാപുരം AJ ആശുപത്രിയിലാണുള്ളത്. 22 ജീവനക്കാരിൽ ബാക്കി 4 പേർക്കുള്ള തിരച്ചിൽ ഊർജിതമായി ഇപ്പോഴും തുടരുകയാണ്. ഇവരെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. മ്യാൻമർ, ഇന്തോനേഷ്യ, തായ്വാൻ, ചൈന സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടവർ. അതേസമയം കപ്പലിലെ തീ അണയ്ക്കാനുള്ള നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ശ്രമവും പുരോഗമിക്കുകയാണ്. 7 കപ്പലുകളാണ് ദൗത്യത്തിനുള്ളത്. കപ്പൽ നിയന്ത്രണ വിധേയമാവാത്തതും കണ്ടെയ്നറിലെ അപകടകരമായ രാസവസ്തുക്കളുമാണ് ദൗത്യത്തിന് പ്രതിസന്ധിയാകുന്നത്. തീപിടിച്ചാൽ കത്തുന്ന ദ്രാവകങ്ങൾ കൂട്ടിയുരസുമ്പോൾ സ്വയം തീപിടിക്കുന്നതും വായുവുമായി സമ്പർക്കമുണ്ടായാൽ തീപിടിക്കുന്നതും ശ്വസിച്ചാലോ സ്പർശിച്ചാലോ ഹാനികരമാവുന്നതുമായ ഉൽപ്പന്നങ്ങളാണ് കണ്ടെയ്നറുകളിലുള്ളത്. ഇതിൽ നിരവധി കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ട്. ഇത് വലിയ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുമെന്ന ആശങ്കയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ വീണ്ടെടുക്കാനുള്ള ശ്രമവും തുടരുകയാണ്. കണ്ടെയ്നറുകൾ തൃശൂർ, എറണാകുളം തീരത്തടിയാൻ സാധ്യതയുണ്ടെന്നാണ് കണ്ണൂർ അഴീക്കൽ പോർട്ട് ഓഫീസർ PK അരുൺകുമാർ പറഞ്ഞത്.
കപ്പലിൽ നിരന്തരം പൊട്ടിത്തെറി ഉണ്ടാകുന്നുവെന്നും കപ്പൽ ചെരിയുന്നുവെന്നുമുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. പ്രാഥമിക വിവരം അനുസരിച്ച് 1000 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. അമൃത ന്യൂസ്, കോഴിക്കോട്. അഴീക്കൽ തുറമുഖത്തിനകലെ ചരക്ക് കപ്പലിന് തീപിടിച്ച സംഭവത്തിൽ ആശങ്ക തുടരുന്നു. തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. രക്ഷാദൌത്യം ദുഷ്കരമാണെന്നും നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും കേരള മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ള പറഞ്ഞു. കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലുകളുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. അപകടത്തിൽപ്പെട്ട കപ്പലിൽ തീ ആളിപ്പടരുന്നതിനാൽ അടുക്കാൻ കഴിയാത്ത അവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. കാണാതായവർക്കുള്ള പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കപ്പൽ അപകടത്തിൽപ്പെട്ട ശേഷം ആദ്യത്തെ നടപടി ജീവനക്കാരെ രക്ഷിക്കുക എന്നതായിരുന്നു. 22 ജീവനക്കാരായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. അഴീക്കലിനു സമീപം 44 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം നടന്നിരിക്കുന്നത്. കപ്പലിൽ എത്ര കണ്ടെയ്നറുകൾ ഉണ്ടെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഇന്നലത്തതിനകത്ത് ഇപ്പോൾ പുറത്ത് വീണിരിക്കുന്ന കണ്ടെയ്നറുകളുടെ എണ്ണം കൃത്യം അറിയില്ല. ആ വീണ് കിടക്കുന്ന കണ്ടെയ്നർ 2 തരത്തിലാവാം. നല്ല ഹെവി ലോഡുള്ള കാർഗോ ഉണ്ടെങ്കിൽ അത് മുങ്ങാം. ഹെവി ലോഡല്ലാത്ത ചില കാർഗോ ആണെങ്കിൽ ചിലപ്പോൾ ഫ്ലോട്ട് ചെയ്യാം. ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് ചെയ്യുന്ന കാർഗോ ആണെങ്കിൽ കാറ്റിൻ്റെ ഗതി അനുസരിച്ച് ഒരു പക്ഷേ അത് ഇപ്പോഴത്തെ നമുക്ക് മറ്റേ ഒരു ആക്സിഡൻറ്റിൽ നിന്ന് മനസ്സിലായത് എങ്ങനെയാണ്, തെക്കോട്ടാണ് കാറ്റിൻ്റെ ഗതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ 2 ദിവസം 3 ദിവസം 4 ദിവസം കൊണ്ട് ആ കണ്ടെയ്നറുകൾ കാറ്റടിച്ച് കരയിൽ അടുക്കാൻ ചാൻസ് ഉണ്ട്. കപ്പലിൽ തീ വീണ്ടും കത്തിപ്പടരാനുള്ള സാധ്യത കൂടുതലാണ്. സംഭവത്തിൽ കേന്ദ്ര ഏജൻസികളുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം നടന്നു. മിനിസ്ട്രി ഓഫ് പോർട്സ്, നേവി, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ ഏജൻസികളാണ് യോഗത്തിൽ പങ്കെടുത്തത്. അപകടത്തെക്കുറിച്ച് വിശദമായ പഠനം നടത്തും. കപ്പലിൽ കുടുങ്ങിയവരെ രക്ഷിക്കുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും കപ്പലിന് നിലവിൽ ചെരിവുണ്ടായിട്ടുണ്ടെന്നും ഡിഫൻസ് PRO അതുൽ പിള്ള പറഞ്ഞു. കോസ്റ്റ് ഗാർഡിന്റെ സച്ചേത്തും സമുദ്ര പ്രഹരി എന്ന് പറഞ്ഞ 2 ഷിപ്പ് ഇന്നലെ രാത്രി തൊട്ട് കണ്ടിന്യൂസ്ലി ഫയർ ഫൈറ്റിംഗ് ഓപ്പറേഷൻസിൽ ഇൻവോൾവ്. അവർ കണ്ടിന്യൂസ് ഫയർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. രാവിലത്തെ കോസ്റ്റ് ഗാർഡ് ഡോണി എയർക്രാഫ്റ്റ് ഏരിയൽ സർവൈലൻസിന് പോയപ്പം ഷിപ്പിലൊരു 10 to 15 ഡിഗ്രീസ് ഒരു ടിൽറ്റ് കണ്ടത്, ഒരു ചരിഞ്ഞിട്ടുണ്ട് ഷിപ്പ്. തീയണച്ചു കഴിഞ്ഞാൽ കണ്ടെയ്നറുകൾ മാറ്റുന്ന നടപടിയിലേക്ക് കടക്കാനാണ് രക്ഷാപ്രവർത്തകരുടെ ശ്രമം. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന MV വാൻഹായ് എന്ന ചരക്കുകപ്പലിനാണ് തീ പിടിച്ചത്. അമൃത ന്യൂസ്, കൊച്ചി. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ 2 കപ്പൽ അപകടങ്ങൾ ഉണ്ടായത് ആശങ്കപ്പെടുത്തുന്നുവെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആദ്യത്തെ അപകടത്തിൽ കേസെടുക്കേണ്ട എന്ന് തീരുമാനിച്ചതിലും ആശങ്കയുണ്ട്. തന്റെ കാലാവധി തീരും മുൻപ് എയിംസ് കേരളത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാരിന്റെ 11ാം വാർഷികത്തോടനുബന്ധിച്ച് നേട്ടങ്ങൾ വിശദീകരിക്കാനാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളെ കണ്ടത്. കപ്പൽ അപകടത്തിൽ കേസെടുക്കേണ്ട എന്ന സർക്കാർ നിലപാടിൽ ആശങ്കയ്ക്ക് വകയുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ആശങ്കയ്ക്ക് വകയുണ്ടെന്നാണ് അത്രേ എനിക്ക് പറയാൻ പറ്റൂ. ഇല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയ വിമർശനമായി തീരും. അത് ഇന്നലെ മാത്രമാണ് അങ്ങനെ കേസ് വേണ്ട കോമ്പൻസേഷൻ. കേന്ദ്ര സർക്കാരിന് ഇതിനകത്ത് ഒരു പെനിട്രേഷണൽ പവർ എന്ന് പറയുന്നത് അത് കേരള സർക്കാരുമായി ആലോചിച്ച് തീരുമാനിക്കും. BJP ചേരിയോട് ചേർന്ന് പ്രവർത്തിക്കണോ എന്ന നിലപാട് വ്യക്തമാക്കേണ്ടത് ശശി തരൂരാണെന്ന് മറുപടിയായി സുരേഷ് ഗോപി പറഞ്ഞു. പാഠം പഠിപ്പിക്കലിന്റെ ഒരു ശക്തി അത് അതിന്റെ പാരമ്യതയിൽ നിർത്തിക്കൊണ്ട് ഇത് നടപ്പിലാക്കി അതിന് നേതൃത്വം നൽകിയ ഒരു പ്രധാനമന്ത്രിയെ ലോകം മുഴുവൻ പ്രശംസിക്കുന്നുണ്ടെങ്കിൽ ശശി തരൂരിനും അദ്ദേഹത്തിനും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല. ഇതൊരു യൂണിവേഴ്സൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ശശി തരൂർ ഓൾ സെറ്റ് ഇസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ. മോദി ഭരണത്തിന്റെ നന്മയെക്കുറിച്ച് അദ്ദേഹം പുറത്തു പറഞ്ഞിട്ടുണ്ട്. പാർലമെന്റിൽ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. വന്യമൃഗങ്ങൾ കേരളത്തിന്റെ ജനജീവിതത്തിന് ഭീഷണിയാണ്. ഇക്കാര്യങ്ങൾ കേന്ദ്രത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ തലവേദന. കാട്ടുപന്നി മാത്രമല്ല, മറ്റ് വന്യ മൃഗങ്ങളുടെ ആയാലും അധിനിവേശം ആരുടെ ആണെന്നൊക്കെ നിയമപരമായി പരിശോധിക്കട്ടെ. പക്ഷേ നമുക്ക് മനുഷ്യൻ്റെ ജീവനും ജീവിതവും ഒക്കെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏത് സർക്കാർ വന്നാലും അവർക്കുണ്ട്. ദേശീയപാതയിൽ സ്ഥാപിത താൽപ്പര്യക്കാർക്ക് വേണ്ടി മാറ്റം വരുത്തിയത് അപകടങ്ങൾക്ക് കാരണമായോ എന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വയൽക്കിളികൾ, ഞാൻ ആ സമരത്തിന്റെ കൂടെ നിന്നതല്ല. അന്ന് എന്താ ഇവർ പറഞ്ഞത്? ഈ ദേശീയപാത പദ്ധതി പൊളിക്കാൻ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ കൂടിയവനാണിവൻ എന്ന് പറഞ്ഞില്ലേ? അതാണോ ഞാൻ ചെയ്തത്? നമുക്കില്ലേ വെറ്റ്ലാൻഡ് നിയമങ്ങൾ, പാഡി ലാൻഡ് നിയമങ്ങൾ? അതെല്ലാം മറികടന്നുകൊണ്ടല്ലേ. അതാർക്ക് പ്രീണന സ്വഭാവമുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാനാണെന്ന് നിങ്ങൾ അന്വേഷിക്കൂ. തളിപ്പറമ്പിൽ നിർമ്മാണം നടക്കുമ്പോഴല്ല, നിർമ്മാണം അനുവദിക്കപ്പെടുന്നതിന് മുമ്പ് DPR 1, DPR 2, DPR 3 ഞാൻ ഇപ്പോഴും അസേർട്ട് ചെയ്യുകയാണ്. എന്തുകൊണ്ട് ഈ DPR 2, DPR 3 സൗകര്യപ്പെടുത്തലല്ലേ? അവിടെ
ഈ നിർമ്മിക്കപ്പെടുന്ന പുതിയ റോഡിന്റെ പരിരക്ഷ എന്ന് പറയുന്നത് ഉറപ്പുവരുത്തിയിട്ടാണോ DPR 3 പോയത്? അമൃത ന്യൂസ്, കൊച്ചി. നിലമ്പൂരിൽ കൊണ്ടും കൊടുത്തും പ്രചരണം ഊർജിതമാക്കി മുന്നണികൾ. മന്ത്രിമാരുടെ വലിയ പടയെ മണ്ഡലത്തിൽ എത്തിച്ചാണ് LDFന്റെ പ്രചാരണം. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റ് ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ UDFനായി മണ്ഡലത്തിൽ ഉണ്ട്. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും NDAയ്ക്കായി പ്രചാരണത്തിനിറങ്ങിയപ്പോൾ PV അൻവറിനായി തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും മണ്ഡലത്തിൽ എത്തും. തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ മാറി മാറി വരുന്ന നിലമ്പൂരിൽ പ്രചരണം ഉച്ചസ്ഥായിയിലേക്ക് എത്തുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കാൻ ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. P രാജീവ്, V ശിവൻകുട്ടി, R ബിന്ദു തുടങ്ങി 10 മന്ത്രിമാരാണ് ഇടതുപക്ഷത്തിനായി ഇന്ന് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. സ്ഥാനാർത്ഥി M സ്വരാജാകട്ടെ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ്. ഓരോ ദിവസം പിന്നിടുമ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ ആത്മവിശ്വാസം കൂടുതൽ ശക്തിപ്പെടുന്ന ആവേശോജ്വലമായ സ്വീകരണങ്ങളാണ് എല്ലാ കേന്ദ്രങ്ങളിലും ലഭിക്കുന്നത്. അതിന്റെ ആവേശത്തിലാണ് ഞങ്ങൾ എല്ലാവരും. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്താണ് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത്. PK കുഞ്ഞാലിക്കുട്ടി, പാണക്കാട് മുനവറലി തങ്ങൾ തുടങ്ങി ലീഗ് നേതാക്കളും UDFനായി പ്രചാരണത്തിൽ സജീവമായിരുന്നു. വിവാദങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ വോട്ടർമാരിൽ എത്താനാണ് ആര്യാടൻ ഷൗക്കത്തും ശ്രമിക്കുന്നത്. ഈ ദുസ്സഹമായ അവസ്ഥയ്ക്ക് കാരണമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന് അന്ത്യം കുറിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധി ഈ നിലമ്പൂരിൽ നിന്നുണ്ടാകാൻ വേണ്ടിയുള്ളൊരു പോരാട്ടം കൂടിയാണ്. NDAയ്ക്കായി BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ എന്നിവർ മണ്ഡലത്തിലുണ്ടായിരുന്നു. NDA ക്യാമ്പും മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. അവസാനഘട്ടമാകുമ്പോൾ PV അൻവറും മണ്ഡലത്തിൽ നിറസാന്നിധ്യമാണ്. തൃണമൂൽ കോൺഗ്രസ് MPയും മുൻ ക്രിക്കറ്റ് താരവുമായിരുന്ന യൂസഫ് പത്താൻ അൻവറിന്റെ പ്രചരണത്തിനായി മണ്ഡലത്തിലെത്തും. മുന്നണികൾക്കായി കൂടുതൽ ദേശീയ സംസ്ഥാന നേതാക്കൾ മണ്ഡലത്തിലെത്തുന്നതോടെ പ്രചരണം കൂടുതൽ കൊഴുക്കും. അമൃത ന്യൂസ്, മലപ്പുറം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടി മുന്നണികൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. UDFന് വെൽഫെയർ പാർട്ടിയും ഇടതുമുന്നണിക്ക് PDPയും ഹിന്ദു മഹാസഭയും പിന്തുണ പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രീയ പോര് മുറുകുന്നു. അതേസമയം ഇരു മുന്നണികളും വർഗീയതയെ കൂട്ടുപിടിക്കുന്നു എന്ന ആരോപണമാണ് BJP ഉയർത്തുന്നത്. വർഗീയ ശക്തികളുടെ കേന്ദ്രീകൃത രൂപമായി UDF മാറിയെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. വർഗീയതയ്ക്കെതിരെ പറയാൻ UDFന് ഒരു അവകാശവുമില്ലെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. വർഗീയതയ്ക്കെതിരായിട്ട് ഒരു അക്ഷരം മുണ്ടാൻ അവർക്ക് അവകാശമില്ലാത്ത രീതിയിൽ വർഗീയ ശക്തികളുടെ കൂട്ടുകെട്ടായിട്ട് UDF മാറിയിരിക്കുകയാണ്. MV ഗോവിന്ദന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തിൽ CPMന് ഇരട്ടത്താപ്പെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. CPMന് പിന്തുണ കൊടുത്തപ്പോൾ അവർ മതേതരവാദികൾ, CPMന് പിന്തുണ പിൻവലിച്ച് UDFന് പിന്തുണ കൊടുത്തപ്പോൾ അവർ വർഗീയവാദികൾ. ഇതാണ് സ്ഥിരം പരിപാടി. ഇതിനാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇരട്ടത്താപ്പ് ഓന്തിനെ പോലെ നിറം മാറി വർഗീയ വിരുദ്ധത പറയുന്നത് ഇരട്ടത്താപ്പാണ്. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും. എന്നാൽ വെൽഫെയർ പാർട്ടിയുമായി UDF ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ LDFനെയാണ് വെൽഫെയർ പാർട്ടി പിന്തുണച്ചിരുന്നത്. PDP ഉണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല എന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. PDP സ്ഥിരമായി അവരുടെ കൂടെയാണ് എന്നുള്ളത് പറഞ്ഞത് കറക്റ്റാണ്. അപ്പോൾ വെൽഫെയർ കുറേ കാലം അവരുടെ കൂടെ ആയിരുന്നു, ഇപ്പോൾ വിട്ടതാണ്. UDF മുന്നണിയായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. പുറത്തുനിന്ന് ആര് പിന്തുണ പ്രഖ്യാപിച്ചാലും അത് അവരുടേതായ കാരണത്താലാണ്. അതിന് ഞങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യതയില്ല. വെൽഫെയർ പാർട്ടിയുമായി UDF സഖ്യമുണ്ടാക്കുന്നത് ഇതാദ്യമല്ലെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും ആരോപിച്ചു. കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളല്ല UDFന്റെ മുന്നിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. വെൽഫെയർ പാർട്ടിയുമായി എല്ലാ വർഗീയ ശക്തികളുമായും UDF കൂട്ടുകൂടുന്നുണ്ട്. ആരായാലും മതി എന്നുള്ളതാണ്. UDFന്റെ ഘടകകക്ഷികളാരെന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ആരായാലും മതി എന്നുള്ള നിലയിലാണ് UDFന്റെ പോക്ക്. അതേസമയം 4 വോട്ടിന് വേണ്ടി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നടപടികളാണ് ഇടത് വലത് മുന്നണികൾ സ്വീകരിക്കുന്നതെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ വ്യക്തമാക്കി. ജനകീയ പ്രശ്നങ്ങൾ ഇടത് വലത് മുന്നണികൾ അവഗണിക്കുകയാണെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. വർഗീയ ശക്തികളുടെയും മതഭീകരവാദ ശക്തികളുടെയും പിന്തുണയിലാണ് രണ്ട് മുന്നണികളും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ 4 വോട്ട് കിട്ടും എന്നുള്ളത് കൊണ്ട് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന, നാടിനെ കലാപത്തിലേക്ക് നയിക്കുന്ന ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ്. ന്യൂസ് ഡെസ്ക്, അമൃത TV.
UDFന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് കിട്ടുമെന്ന വിശ്വാസം പ്രസംഗത്തിൽ മാത്രമേ ഉള്ളൂ എന്നതിന്റെ തെളിവാണ് വെൽഫെയർ പാർട്ടിയുമായി ഉണ്ടാക്കിയ സഖ്യമെന്ന് മന്ത്രി പി രാജീവ്. വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുള്ള ശ്രമം വിജയിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. വന്യജീവി പ്രശ്നത്തിൽ കേന്ദ്ര നിയമമാണ് തടസ്സമെന്നും സംസ്ഥാന സർക്കാർ ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. ഇടതുപക്ഷ പ്രചാരണത്തിന്റെ ഭാഗമായി നിലമ്പൂരിൽ പ്രവാസി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. എങ്ങനെ വന്നാലും 100 സീറ്റ് നേടി 100 മുകളിൽ സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്നാണ് പ്രതിപക്ഷ നേതാവ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തപ്പോൾ പ്രസംഗിച്ചത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസും ലീഗും തമ്മിൽ വലിയ വ്യത്യാസമില്ല, 4-5 സീറ്റ് വ്യത്യാസമുണ്ട്. 67 സീറ്റൊക്കെ കിട്ടിയിരുന്ന കോൺഗ്രസ് ഇപ്പോൾ 21 നിൽക്കുന്നു. എന്നാലും 100 സ്വപ്നം കാണാം, കുഴപ്പമൊന്നുമില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനിടെ വയനാട് MP പ്രിയങ്ക ഗാന്ധിക്ക് കുരുക്കുമുറുക്കാനുള്ള ശ്രമം ഊർജിതമാക്കി BJP. പ്രിയങ്ക ഗാന്ധി MP നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ സ്വത്ത് വിവരം മറച്ചുവെച്ചു എന്ന എതിർ സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസിന്റെ പരാതിയിൽ ഹൈക്കോടതി ഉടൻ പ്രിയങ്ക ഗാന്ധിക്ക് നോട്ടീസ് അയക്കും. കേസിൽ ആദ്യ സിറ്റിംഗ് ഇന്ന് നടന്നു. വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി നവ്യ ഹരിദാസ് നൽകിയ പരാതിയിലാണ് ഹൈക്കോടതിയിൽ നടപടികൾ പുരോഗമിക്കുന്നത്. പരാതിയിൽ ആദ്യ സിറ്റിംഗ് ഇന്ന് നടന്നതായും അടുത്ത സിറ്റിംഗ് ആഗസ്റ്റിൽ നടക്കുമെന്നും നവ്യ ഹരിദാസ് പറഞ്ഞു. പ്രിയങ്ക ഗാന്ധി നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സ്വത്തുവിവരം മറച്ചുവെച്ചതായാണ് നവ്യ ഹരിദാസിന്റെ പരാതി. ഹരിയാനയിലെ ഫരീദാബാദിലും ഗുൽഗ്രാമിലും ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ നിരവധി സ്വത്തുവിവരങ്ങൾ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം പ്രിയങ്ക ഗാന്ധി സമർപ്പിച്ചിട്ടില്ലെന്നും ഇതിന്റെ തെളിവുകൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചതായും നവ്യ ഹരിദാസ് പറഞ്ഞു. ഇന്ന് നടന്ന ഹിയറിംഗിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എല്ലാ ഫയലുകളും സ്വീകരിച്ചിരിക്കുകയാണ്. ശ്രീമതി പ്രിയങ്ക ഗദ്ര നേരിട്ട് ഹാജരാകണമെന്നുള്ള സമ്മൻസ് അവർക്ക് ഇന്നത്തെ ഈ ഒരു ഹിയറിംഗിന് ശേഷം കോടതിയിൽ നിന്നും പോകുന്നതാണ്. ഇവിടെ നടത്തിയ നിയമ പോരാട്ടം എന്ന് പറയുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു നിയമ പോരാട്ടമാണ് ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൂവബിൾ പ്രോപ്പർട്ടീസും ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസുമായിട്ട് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് വിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് 2024 അവർ ഇലക്ഷനെ നേരിട്ടിട്ടുള്ളത്. ആ സ്വത്ത് വിവരങ്ങളുടെ ഡീറ്റെയിൽസ് അടക്കമാണ് ഈ കേസിൽ ഞങ്ങൾ നൽകിയിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി എത്താനിരിക്കെ വിഷയം പ്രചാരായുധമാക്കാനാണ് BJPയുടെ ശ്രമം. അമൃത ന്യൂസ്, മലപ്പുറം. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനവ്. 6815 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത 3 കോവിഡ് മരണങ്ങളിൽ 1 കേരളത്തിലാണ്. ആകെ രോഗികളുടെ 30% സംസ്ഥാനത്താണ്. രാജ്യത്ത് കോവിഡ് കേസുകൾ ദിനംപ്രതി ഉയരുകയാണ്. 24 മണിക്കൂറിനിടെ 324 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം 6815 ഉയർന്നു. ഇതിൽ കേരളത്തിൽ 2053 രോഗികളാണുള്ളത്. 3 കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തതിൽ 1 കേരളത്തിലാണ്. 79 വയസ്സുള്ളയാളാണ് മരിച്ചത്. 24 മണിക്കൂറിനിടെ കേരളത്തിൽ പുതുതായി 96 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. അതേസമയം 255 പേർ ഇന്നലെ രോഗമുക്തി നേടിയിട്ടുണ്ട്. രാജ്യത്താകെ കഴിഞ്ഞ ദിവസം 783 പേർ രോഗം ഭേദമായി എന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. എന്നാൽ ജാഗ്രത വെടിയാൻ പാടില്ല. സംസ്ഥാനത്ത് രോഗലക്ഷണവുമായി വരുന്ന എല്ലാവർക്കും കോവിഡ് പരിശോധന നിർബന്ധമാണ്. മരണം റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഏറെയും പ്രായമായവരും മറ്റു പല രോഗങ്ങളാൽ ചികിത്സയിലിരിക്കുന്നവരുമാണ്. രാജ്യത്തെ ആകെ കോവിഡ് രോഗികളുടെ 30% കേരളത്തിലാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇനി ടോപ് 10 സ്പെഷ്യൽ സ്റ്റോറി നോക്കാം. വെള്ളപ്പൊക്ക ദുരിതത്തിന് പിന്നാലെ അരിയും കിട്ടിയില്ല. മഴക്കെടുതിയിൽ വലഞ്ഞു കുട്ടനാടൻ ജനത. വെള്ളപ്പൊക്കം മൂലം വീടുകളിൽ നിന്നും മാറി കുട്ടനാട്ടുകാർക്ക് നഷ്ടമായത് മെയ് മാസത്തിലെ റേഷൻ വിഹിതം. ദൂരെ ബന്ധുവീടുകളിൽ പോയവരും വെള്ളപ്പൊക്കം മൂലം പുറത്തിറങ്ങാൻ സാധിക്കാത്തവരുമാണ് പ്രതിസന്ധിയിലായത്. വാതിൽപ്പടി വിതരണത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചുവെങ്കിലും കുട്ടനാട്ടിൽ മാത്രം ഇപ്പോഴും പ്രശ്നങ്ങൾ തുടരുകയാണെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു. മെയ് മാസത്തെ റേഷൻ വിതരണം ജൂൺ ആരംഭിച്ചിട്ടും പൂർത്തിയായിട്ടില്ല. വാതിൽപ്പടി വിതരണത്തിലെ അപാകതയും വെള്ളപ്പൊക്കവും മൂലം പല കടകളിലും സ്റ്റോക്ക് സമയത്തെത്തിയില്ല. വെള്ളമിറങ്ങി വാതിൽപ്പടി വിതരണം പുനരാരംഭിച്ചെങ്കിലും കാർഡ് ഉടമകൾക്ക് റേഷൻ വാങ്ങാനുള്ള സമയം ജൂൺ 5 വരെയായിരുന്നു. സംസ്ഥാനത്ത് 4 വരെയായിരുന്നു വിതരണം ചെയ്യുന്നതിന് സമയം അനുവദിച്ചിരുന്നത്. കുട്ടനാട് കാർത്തികപ്പള്ളി താലൂക്കിലെ വെള്ളക്കെട്ട് ഭീഷണി മൂലം 1 ദിവസം കൂടി നീട്ടിയെങ്കിലും കുട്ടനാടൻ മേഖലകളിൽ വെള്ളക്കെട്ടുള്ളതിനാൽ പലർക്കും എത്താനായില്ല. ഇതോടെ വെള്ളപ്പൊക്കം മൂലം തൊഴിൽ നഷ്ടമായവർക്ക് റേഷൻ മുടങ്ങിയത് വലിയ പ്രതിസന്ധിയായി. മെയ് മാസത്തെ വിതരണം ഫെയിലിയറായി.
ഏതാണ്ട് 10-20,000 മേളിൽ കാർഡ് ഉടമകൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ കിട്ടിയിട്ടില്ല. ഈ മെയ് മാസത്തെ വിതരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഈ രീതിയിൽ മുമ്പോട്ട് പോയാൽ ഇനി അടുത്ത വെള്ളപ്പൊക്കത്തിന് സമയമായി വരുന്നു. ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം വാതിൽപ്പടി വിതരണക്കാരൻ്റെ കഴിവുകേടാണ്. വാതിൽപ്പടി വിതരണക്കാരൻ കൃത്യമായി വാഹനങ്ങളിട്ട് കുട്ടനാട്ടിൽ ചെറിയ വണ്ടികൾ മാത്രം ഇട്ടാലേ റേഷൻ സാധനങ്ങൾ വിതരണം നടത്താൻ സാധിക്കത്തുള്ളൂ. വലിയ വണ്ടിയെ കുട്ടനാട്ടിലെ ബൈറോഡുകളിൽ എങ്ങും പോകത്തില്ല. അപ്പോൾ ചെറിയ വണ്ടിയിട്ട് വിതരണം നടത്തണമെന്ന് പറഞ്ഞിട്ട് നാൾ കുറേയായി. ഈ പുതിയ കോൺട്രാക്ടർ തുടങ്ങിയിട്ട് ഈ നാളിതുവരെ കൃത്യമായി വിതരണം നടത്താൻ സാധിച്ചിട്ടില്ല. വാതിൽപ്പടി വിതരണത്തിൽ ഉണ്ടാകുന്ന ക്രമക്കേടാണ് കുട്ടനാട്ടിലെ റേഷൻ വ്യാപാരികളെ വലയ്ക്കുന്ന പ്രധാന പ്രശ്നം. വെള്ളം ഉയരുന്ന കുട്ടനാടൻ പ്രദേശങ്ങളിൽ മഴയെത്തിയാൽ പലപ്പോഴും വിതരണം മുടങ്ങാറുണ്ട്. സമയബന്ധിതമായി സ്റ്റോക്ക് എത്തിക്കാൻ വാതിൽപ്പടി കരാറുകാരന് കഴിയുന്നില്ല എന്നാണ് റേഷൻ വ്യാപാരികളുടെ ആക്ഷേപം. കാലവർഷക്കെടുതി മൂലം ദുരിതമനുഭവിക്കുന്ന കുട്ടനാട് താലൂക്കിലെ കാർഡ് ഉടമകൾക്ക് മെയ് മാസത്തെ റേഷൻ വിഹിതം വാങ്ങുന്നതിന് സൗകര്യമൊരുക്കണമെന്നും വാതിൽപ്പടി വിതരണത്തിലെ അപാകതകൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാകണമെന്നും ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. വെള്ളപ്പൊക്കം മൂലം ഭക്ഷ്യധാന്യം വാങ്ങാൻ കാർഡ് ഉടമകൾക്ക് സാധിക്കാത്തതിനാൽ ജൂൺ മാസത്തെ റേഷനൊപ്പം മെയ് മാസത്തെ റേഷനും വിതരണം ചെയ്യണമെന്ന ആവശ്യവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അമൃത ന്യൂസ്, ആലപ്പുഴ. വിഷയത്തിൽ കാർഡ് ഉടമകൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ റേഷൻ വിതരണം ഭയങ്കരമായി സാധനങ്ങളില്ലാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. മെയ് മാസം കൊടുക്കേണ്ട സാധനങ്ങൾ മെയ് മാസം അവസാനമായിട്ട് പോലും എത്തിയിട്ടില്ല. ജൂണ് 4, 5 ഒക്കെ ആകുമ്പോഴാണ് മെയ് മാസത്തെ സാധനം വരുന്നത്. ഇതുപോലെ തന്നെ ഈ ഇവിടെ നമ്മുടെ വാതിൽപ്പടി വിതരണം അത് സത്യത്തിൽ ഏറ്റവും കൂടുതൽ ഗുണത്തിന് വേണ്ടി ചെയ്തതാണെന്നാണ് പറയുന്നത്. പക്ഷേ അത് ഏറ്റവും വലിയ ഉപദ്രവമായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ മാസത്തെ റേഷൻ ഞാൻ വാങ്ങിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ സാധനങ്ങളില്ല. പഴയ സ്റ്റോക്ക് ഇരിക്കുന്ന കുറച്ച് അരി മാത്രമേ ഉള്ളൂ. ബാക്കി സാധനങ്ങളൊന്നുമില്ല. 4-ാം തീയതി വരെ ഗവൺമെൻറ് നീട്ടിയെങ്കിലും അത് അന്നേരവും പഴയ സ്റ്റോക്ക് തന്നെ ഉള്ളൂ. പുതിയതായിട്ടൊന്നും വന്നിട്ടില്ല. പുതിയ വന്നതിന് വേണ്ട 5-ാം തീയതിക്ക് ശേഷമാണ് ഇവിടെ റേഷൻ വരുന്നത് തന്നെ. ഇപ്പോൾ ഈ വാതിൽപ്പടി സംവിധാനം എന്ന് പറയുന്നത് അവരുടെ ഇതിനുള്ള കമ്മീഷനോ അല്ലെങ്കിൽ റേഷൻ കടക്കാരുടെ കമ്മീഷനോ ഇതൊക്കെ കൊടുക്കാത്തതുകൊണ്ടായിരിക്കാം ഇത് കാര്യക്ഷമമായ രീതിയിൽ ഇപ്പം നടക്കുന്നില്ല. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ആലപ്പുഴയിൽ നിന്നും അജയ്നാഥ് നൽകും. അജയ്, ഈ വാതിൽപ്പടി വിതരണക്കാർ ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്നതിൽ വരുത്തുന്ന കാലതാമസമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈ കുട്ടനാട്ടിൽ മാത്രം എന്താണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാത്തത്? എന്തൊക്കെയാണ് വ്യാപാരികൾ പറയുന്നത് അജയ്? തീർച്ചയായും കുട്ടനാട്ടിലെ റേഷൻ വിതരണം മുടങ്ങുന്നതിന് വെള്ളപ്പൊക്കവും ഒരു കാരണമാണെങ്കിലും ഈ വാതിൽപ്പടി വിതരണക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു സമീപനമാണ് ഇത്തരത്തിലേക്ക് വ്യാപകമായ രീതിയിൽ ഈ റേഷൻ വിതരണം മുടങ്ങുന്നതിന് ഒരു കാരണമായി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. മറ്റൊന്നുമല്ല, ഈ മെയ് മാസത്തിലെ ഭക്ഷ്യധാന്യങ്ങൾ പോലും കൃത്യമായി റേഷൻ കടകളിൽ എത്തുന്നില്ല എന്നുള്ളതാണ് ഈ റേഷൻ വ്യാപാരികളുടെ ആകെ ആക്ഷേപം. ഏകദേശം 113 റേഷൻ കടകളാണ് ഈ കുട്ടനാട് പ്രദേശത്തുള്ളത്, താലൂക്കിലാകെ തന്നെ ഉള്ളത്. ഇപ്പോൾ 20,000-അടുത്ത് ഗുണഭോക്താക്കൾക്ക് റേഷൻ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളുമായും ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കേരളത്തിൻ്റെ മറ്റ് പല ജില്ലകളിലും സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. പക്ഷേ അതെല്ലാം പരിഹരിക്കപ്പെട്ടു. ഇപ്പോൾ കേവലമായി തൃശ്ശൂർ ജില്ലയിൽ മാത്രമാണ് ഇത്തരത്തിലേക്ക് ചില പ്രദേശങ്ങളിൽ മാത്രം ഈ വാതിൽപ്പടി വിതരണക്കാരുടെ ഒരു പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യമുള്ളത്. പക്ഷേ കുട്ടനാട്ടിലെ വിഷയങ്ങൾ അപ്പോഴും പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു ആക്ഷേപവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്തിനായാലും ഈ വെള്ളം ഉയരുമ്പോൾ, മഴയെത്തുമ്പോൾ സ്വാഭാവികമായും വെള്ളം ഉയരും. ആ വെള്ളം ഉയരുന്ന ഘട്ടത്തിൽ കുട്ടനാട്ടിലെ ജനങ്ങൾക്കാകെ തന്നെ ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ അപ്പോഴും ഈ റേഷൻ വിതരണം മുടങ്ങുന്നത് ഇവരെ സാരമായ രീതിയിലാണ് ബാധിക്കുന്നത്. തൊഴിലുൾപ്പെടെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഈ റേഷൻ ലഭിക്കാതെ വരുന്നത് ഇവരുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നുള്ളതാണ്. ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഭക്ഷ്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ഘട്ടത്തിൽ നമുക്കും ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ശരി, അതുതന്നെയാണ്. വാർത്തയുടെ വിവരങ്ങളാണ് ആലപ്പുഴയിൽ നിന്നും അജയ്നാഥ് പങ്കുവച്ചത്. ത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോയ സർവകക്ഷി സംഘം തിരിച്ചെത്തി. ദൗത്യം ഫലം കണ്ടുവെന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്ക് പിന്തുണ ലഭിച്ചെന്നും ശശി തരൂർ പറഞ്ഞു. കൊളംബിയ ആദ്യം പാകിസ്ഥാനെ പിന്തുണച്ചുവെങ്കിലും പിന്നീടത് തിരുത്തിയെന്നും ശശി തരൂർ വ്യക്തമാക്കി.
പാനമ, ഗയാന, കൊളംബിയ, ബ്രസീൽ, അമേരിക്ക എന്നിവിടങ്ങളിലാണ് തരൂരിന്റെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘം സന്ദർശനം നടത്തിയത്. ഭാരതീയൻ എന്ന നിലയിലാണ് താൻ സംസാരിച്ചതെന്നും ഇന്ത്യയുടെ നിലപാട് കൃത്യമായി രാജ്യങ്ങളെ അറിയിച്ചെന്നും ശശി തരൂർ വ്യക്തമാക്കി. ഞാനൊരു ഭാരതീയനായിട്ട് ഭാരതത്തിന് വേണ്ടി സംസാരിക്കാൻ പോയി. അതായിരുന്നു എന്റെ കടമ. ആ കടമ ഞാൻ പൂർത്തിയാക്കിയതാണ് എന്റെ വിശ്വാസം. യാത്രയിൽ മോദി സ്തുതി ഉണ്ടായെന്ന ആരോപണങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി. ഒരു ഭാരതീയനായി ഭാരതത്തിനു വേണ്ടി സംസാരിക്കാനാണ് പോയത്. അതായിരുന്നു തന്റെ കടമ. അത് താൻ നിറവേറ്റിയെന്നും തരൂർ പ്രതികരിച്ചു. രാഷ്ട്രീയ വിവാദങ്ങൾക്ക് സമയമാകുമ്പോൾ മറുപടി നൽകാമെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാന്റെ ഒരു അജണ്ടയും ആഗോളതലത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ആരും അവരെ കേൾക്കാൻ തയ്യാറായില്ലെന്നും തരൂർ പറഞ്ഞു. പാകിസ്ഥാനുമായി മധ്യസ്ഥത വഹിച്ച കാര്യം അമേരിക്ക പരാമർശിച്ചില്ലെന്നും തരൂർ പ്രതികരിച്ചു. അമേരിക്കൻ പ്രതിനിധികളുമായി സംസാരിക്കുമ്പോൾ ആരും മധ്യസ്ഥതയുടെ കാര്യം പറഞ്ഞില്ല. സ്കൂൾ കുട്ടികളുടെ വഴക്ക് പ്രിൻസിപ്പൽ ഇടപെട്ട് നിർത്തുന്നത് പോലെയല്ല ഇതെന്നും അദ്ദേഹം പ്രതികരിച്ചു. എന്നാൽ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചാൽ ഇന്ത്യയും നിർത്തുമെന്ന് അറിയിച്ചിരുന്നു. അത് പാകിസ്ഥാനെ അമേരിക്ക അറിയിച്ചിട്ടുണ്ടെങ്കിൽ അഭിനന്ദനീയമെന്നും തരൂർ പറഞ്ഞു. അതിനിടെ തരൂർ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച ഹിന്ദി കവിത ഏറെ ശ്രദ്ധ നേടുകയാണ്. രാജ്യത്തിനായി ചെയ്യാവുന്നതെല്ലാം ചെയ്തെന്നും ഭീകരപ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ നയം തുറന്നു കാട്ടാൻ കഴിഞ്ഞെന്നും അദ്ദേഹം കുറിച്ചു. ലോകത്തിന് ഇപ്പോൾ സത്യമറിയാം. 100 തവണ ജനിച്ചാലും 100 തവണയും അത് ചെയ്യും. എൻ്റെ രാജ്യത്തെ ഞാൻ ഹൃദയം തുറന്ന് സ്നേഹിക്കുമെന്നും അദ്ദേഹം അതിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. ഓപ്പറേഷൻ സിന്ദൂർ നടപടികൾ വിശദീകരിക്കാനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോയ സർവകക്ഷി സംഘം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ശശി തരൂർ, കനിമൊഴി, ഗുലാം നബി ആസാദ്, സഞ്ജയ് ഝാ തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ മോദിയെ കാണാനെത്തിയിരുന്നു. വിദേശ രാജ്യങ്ങളിലെ സന്ദർശന വിവരങ്ങൾ നേതാക്കൾ മോദിയെ അറിയിച്ചു. 7 സംഘങ്ങളാണ് ഓപ്പറേഷൻ സിന്ദൂർ വിവരിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് പോയത്. വന്യജീവി പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് വനം മന്ത്രി AK ശശീന്ദ്രൻ സത്യങ്ങൾ മറച്ചുവെക്കുന്ന നിലപാടാണ് കേന്ദ്രമന്ത്രിയുടേതെന്ന് അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെതിരെ വിചിത്രമായ നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത്. സംസ്ഥാനങ്ങളുടെ സാഹചര്യം അനുസരിച്ച് നിയമത്തിൽ ഇളവ് നൽകണമെന്നാണ് ആവശ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വന്യമൃഗങ്ങളെ വെടിവെക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്ന് വരുത്തി ജനങ്ങളെ സർക്കാരിനെതിരെ തിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്നാണ് മന്ത്രി AK ശശീന്ദ്രന്റെ ആരോപണം. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കില്ലെന്നും സംസ്ഥാനം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്നുമുള്ള കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് മന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണം. വസ്തുതകളെ മറച്ചുവെക്കുന്നതാണ് കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ BJP ആയുധമാക്കുകയാണ്. എന്നാൽ മലയോര കർഷകരുടെ ഉത്കണ്ഠയോട് നീതി പുലർത്താത്ത നിലപാടാണ് കേന്ദ്രത്തിന്റേതെന്നാണ് മന്ത്രി പറയുന്നത്. കൊല്ലാനുള്ള ഉത്തരവ് നൽകാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ അതിന് നിബന്ധനകളുണ്ടെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. കൊക്കിൻ്റെ തലയിൽ വെണ്ണ വെക്കണം, വെണ്ണ വെക്കണമെങ്കിൽ കൊക്കിനെ പിടിക്കണം എന്ന് പറയുന്നൊരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട്, ഒരു ചൊല്ലുണ്ട്. ആ ചൊല്ലിനെ അതിൻ്റെ അർത്ഥത്തിൽ അപഹാസ്യമായ വിധത്തിലുള്ള ഒരു ഉപാധികളാണ് പിടിയുള്ളത്. ഈ ഉപാധികളോടുകൂടി ഈ നിയമം എങ്ങനെ ജനങ്ങൾക്ക് പ്രയോജനമായ വിധത്തിൽ കർഷക സമൂഹത്തിന് ആശ്വാസകരമായ വിധത്തിൽ നടപ്പിലാക്കാൻ കഴിയും എന്ന വിശദീകരണമാണ് കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് വന്യജീവി ആക്രമണം പ്രശ്നമല്ല. കേരളത്തിന്റെ സ്ഥിതി അതല്ല. അതുകൊണ്ട് തന്നെ നിയമത്തിൽ കാലോചിതമായ മാറ്റം കൊണ്ടുവരണം. സംസ്ഥാനങ്ങൾക്ക് അവിടുത്തെ സാഹചര്യം അനുസരിച്ച് ഇളവും അധികാരവും കൊടുത്താൽ മതിയെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ വന്യമൃഗരഹിതമായ കാട് എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നുവെന്നും അതാണ് കേന്ദ്ര സർക്കാർ കേൾക്കുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ആകെയുള്ള വനാതിർത്തിയിൽ 70% ഫെൻസിംഗ് ഉള്ളത്. അതിൽ 20% പ്രവർത്തനരഹിതമാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. കായിക വാർത്തകൾ നോക്കാം. ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ നാളെ ഇംഗ്ലണ്ടിൽ തുടക്കമാകും. ടെംബ ബൗമ നയിക്കുന്ന ദക്ഷിണാഫ്രിക്കയും പാറ്റ് കമിൻസ് നയിക്കുന്ന ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരം ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. ജൂൺ 15 വരെയാണ് ഫൈനൽ മത്സരം. ആവശ്യമെങ്കിൽ ജൂൺ 16 റിസർവ് ദിനമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. AFC ഏഷ്യൻ കപ്പ് ഫുട്ബോൾ 2027 മൂന്നാം റൗണ്ട് യോഗ്യതാ മത്സരത്തിൽ ഹോങ്കോങ്ങിനെതിരെ ഇന്ത്യയ്ക്ക് തോൽവി. ഏകപക്ഷീയമായ 1 ഗോളിനാണ് ഹോങ്കോങ് ഇന്ത്യയെ തകർത്തത്. നിശ്ചിത സമയത്ത് ഗോൾ രഹിതമായിരുന്ന മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമിൽ വഴങ്ങിയ പെനാൽറ്റിയാണ് ഇന്ത്യയെ തോൽവിയിലേക്ക് തള്ളിവിട്ടത്.
വനിതാ ജീവനക്കാരുടെ പരാതിയിൽ നടൻ കൃഷ്ണകുമാറും മകളും മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. അതേസമയം തട്ടിക്കൊണ്ടുപോയി എന്ന ജീവനക്കാരുടെ ആരോപണം കളവെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. സത്യം തെളിഞ്ഞതിൽ സന്തോഷമെന്ന് കൃഷ്ണകുമാറും മകൾ ദിയാ കൃഷ്ണയും അമൃത ന്യൂസിനോട് പറഞ്ഞു. നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ നൽകിയ കേസിലാണ് ഇരുവരും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കും. തട്ടിക്കൊണ്ടുപോകൽ, വധഭീഷണി തുടങ്ങിയ പരാതികളിലാണ് കൃഷ്ണകുമാറിനും ദിയയ്ക്കുമെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തിട്ടുള്ളത്. എന്നാൽ ബലപ്രയോഗത്തിലൂടെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി എന്ന വനിതാ ജീവനക്കാരുടെ ആരോപണം കളവാണെന്ന് തെളിയിക്കുന്ന ചില CCTV ദൃശ്യങ്ങളും ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുണ്ട്. ബലപ്രയോഗം നടത്തുന്ന യാതൊന്നും ദൃശ്യങ്ങളിൽ കാണുന്നില്ല. ഇതോടെ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിന്റെയും വാദം ബലപ്പെടുകയാണ്. കാരണം എൻ്റേത് ഒരു ഫിനാൻഷ്യൽ ഒരു ഫ്രോഡിൻ്റെ കേസാകുമ്പോൾ അത് അവർക്ക് അന്വേഷിക്കണം, ടൈം എടുക്കും. അതേസമയം ഒരു പെൺകുട്ടികൾ കൊണ്ടുവന്ന് പോയിട്ട് ഇങ്ങനെ ഒരു പരാതി കൊടുക്കുമ്പോൾ പോലീസിന് കേസെടുത്തേ പറ്റൂ. എല്ലാവരും പോയി കഴിഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ കാറിൽ കയറി അച്ഛൻ്റെ ഓഫീസിൽ പോകുന്ന ഫുട്ടേജും ഈ CCTVക്കകത്തുണ്ട്. കേരളം മൊത്തം സത്യം പലതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പേരിൽ വന്ന കാര്യങ്ങളെല്ലാം തെറ്റാണെന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ടാക്സ് വെട്ടിക്കാനായി ദിയ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്ന ആരോപണമാണ് ജീവനക്കാർ ഉന്നയിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. KSRTCയിൽ വീണ്ടും ഗതാഗത മന്ത്രിയുടെ ശുദ്ധികലശം. കൺട്രോൾ റൂമിലേക്ക് യാത്രക്കാരൻ എന്ന നിലയിൽ മന്ത്രിയുടെ ഫോൺ കോൾ. കൃത്യമായി മറുപടി നൽകാതിരിക്കുകയും ഫോൺ എടുക്കാതിരിക്കുകയും ചെയ്ത 9 കണ്ടക്ടർമാരെ സ്ഥലം മാറ്റി. വനിതാ ജീവനക്കാർ അടക്കമാണ് നടപടി നേരിട്ടത്. പരാതികൾ അറിയിക്കാനും ബസ് സമയം അറിയാനുമാണ് KSRTC കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെ ലാൻഡ് ഫോണും മൊബൈൽ ഫോണും ഉണ്ട്. എന്നാൽ ഇവിടേക്ക് വരുന്ന ഫോൺ കോളുകൾക്ക് കൃത്യമായ മറുപടി ലഭിക്കുന്നില്ലെന്ന് നേരത്തെ തന്നെ പരാതിയുള്ളതാണ്. ഇന്നലെയാണ് കൺട്രോൾ റൂമിലേക്ക് യാത്രക്കാരൻ എന്ന രീതിയിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഫോൺ വിളിച്ചത്. എന്നാൽ കൃത്യമായ മറുപടി നൽകാതെ നിരുത്തരവാദപരമായ രീതിയിൽ പെരുമാറുകയായിരുന്നു. ഇതേ തുടർന്നാണ് മന്ത്രി കർശന നടപടി സ്വീകരിച്ചത്. ഉടൻ തന്നെ CMDയോട് കൺട്രോൾ റൂമിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും സ്ഥലം മാറ്റാൻ നിർദ്ദേശിച്ചു. 4 വനിതാ കണ്ടക്ടർമാരടക്കം 9 പേരെയാണ് സ്ഥലം മാറ്റിയത്. മറ്റു ജില്ലകളിലെ ഡിപ്പോയിലേക്ക് ഉൾപ്പെടെയാണ് സ്ഥലം മാറ്റം. മന്ത്രിയുടെ ഓഫീസിലേക്കും CMDയുടെ ഓഫീസിലേക്കും കൺട്രോൾ റൂമിനെതിരെ നിരവധി പരാതികൾ വന്നിട്ടുണ്ട്. ആക്ഷേപം വ്യാപകമായതോടെയാണ് മന്ത്രിയുടെ ഇടപെടൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വർഷങ്ങൾ നീണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പഴിപറച്ചിലിനും വിരാമമിട്ട വെള്ളയമ്പലം മാൽത്തറ മുതൽ ചെന്തിട്ട വരെ സ്മാർട്ട് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. സ്മാർട്ട് റോഡിലെ സൈക്കിൾ ട്രാക്ക് പൊതുജന പ്രശംസ നേടിയിരുന്നു. എന്നാൽ സൈക്കിൾ ട്രാക്ക് ഇന്ന് പലർക്കും പാർക്കിംഗ് സ്പോട്ടാണ്. എന്തുകൊണ്ടും മികച്ച ആശയമായിരുന്നു സൈക്കിൾ ട്രാക്ക്. തലസ്ഥാന നഗരിയുടെ പ്രൗഢി കൂട്ടി സ്മാർട്ട് റോഡ് പദ്ധതി പൂർത്തിയാക്കിയപ്പോൾ സൈക്കിൾ യാത്രികർക്ക് ഏറെ പ്രതീക്ഷ നൽകിയ പദ്ധതി. എന്നാൽ ഇന്ന് അതല്ല കഥ. സൈക്കിൾ ട്രാക്കുകളിൽ പലയിടത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് തലസ്ഥാന നഗരിയിലെ സ്ഥിരം കാഴ്ചയാണ്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ സ്മാർട്ട് റോഡാണിത്. 77 കോടി രൂപ ചിലവിട്ടാണ് പദ്ധതി പൂർത്തിയാക്കിയത്. റോഡിലെ സൈക്കിൾ ട്രാക്കിൽ പലയിടങ്ങളിലും നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതും യാത്ര തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ്. ആശയം എത്ര നല്ലതായാലും അത് പൂർണ്ണമായി നടപ്പിലാക്കുക കൂടി വേണം. സ്മാർട്ട് റോഡിലെ സൈക്കിൾ ട്രാക്കിൽ സൈക്കിൾ ഓടിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് അധികാരികൾ പരിശോധിക്കണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. 2024 ജൂലൈ 30 വയനാട് മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിൽ പുലർച്ചെയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിൽ അമർന്നത് 100 കണക്കിന് പേരുടെ ജീവൻ മാത്രമായിരുന്നില്ല, അനേകം പേരുടെ ജീവിതം കൂടിയായിരുന്നു. അവരിൽ പലർക്കും താങ്ങും തണലും ഒരുക്കുകയാണ് അമൃത വിശ്വവിദ്യാപീഠം. അമൃത സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് ആൻഡ് ഡിസാസ്റ്റർ റെസിലിയൻസ് പദ്ധതിയിലൂടെ തൊഴിൽ പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നാളെ നടക്കും. ദുരന്തത്തെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരികെ വന്ന ഇവരുടെ സങ്കടങ്ങൾ പതിയെ മായുകയാണ്. ഒരു സ്വയം തൊഴിൽ പഠിച്ചതിന്റെ ആത്മവിശ്വാസത്തിന്റെ കരുത്തുമായി അവർ പ്രതീക്ഷയോടെ ചവിട്ടിക്കയറുകയാണ്. ഇവർ തുന്നിയെടുക്കുന്ന വസ്ത്രങ്ങൾക്കും ആ കരുത്തുണ്ടാകും. ദുരന്തബാധിതരായ വനിതകൾക്ക് അതിജീവനത്തിന്റെ ഒരു സ്നേഹത്തുരുത്തൊരുക്കിയാണ് അമൃത വിശ്വവിദ്യാപീഠം ദുരന്തബാധിതരെ ചേർത്തു നിർത്തിയത്. അമ്മയൊരുക്കിയ കരുതലിന്റെ കരുത്ത് മുണ്ടക്കൈ സ്വദേശിനി ഷെറീനയുടെ വാക്കുകളിലും പ്രകടമാണ്. നല്ല സന്തോഷമായിരുന്നു. കാരണം നമ്മൾ വീട്ടിൽ വിഷമിച്ചിരിക്കുന്ന ടൈമിലാണ് നമുക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അത് നമ്മൾ നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഓരോന്ന് വീട്ടിലേക്ക് നമുക്ക് ഓരോ ചിന്തകളാണല്ലോ. കാരണം അന്നത്തെ നമ്മൾ നേരിട്ട് അഫക്റ്റഡ് ആയ ആൾക്കാരാണ്.
പിഞ്ച് മക്കൾ മുതൽ 70-80 വയസ്സായ വാപ്പാനും ഉമ്മാനൊക്കെ വേണം നമ്മൾ ഓടി രക്ഷപ്പെട്ടത്. ഇവിടെ വന്നപ്പോൾ നമുക്കൊരു ഒരു കുടുംബമായല്ലോ. ഞങ്ങൾ ഫസ്റ്റത്തെ ബാച്ചിൽ 22 ആളുണ്ട്. നമ്മളെ കൂടെ തന്നെ നിന്നിട്ട് നിങ്ങൾ ഉയർന്നു വരണം, ഇത് നിങ്ങളൊരു അധപതനായിട്ട് നിങ്ങൾ എടുക്കരുത്, മുന്നോട്ട് വരണം, എങ്കിലേ ഉള്ളൂ നമ്മൾ വേണം നമ്മളെ കുടുംബത്തിന് സപ്പോർട്ട് കൊടുക്കാൻ. നമുക്ക് ആഗ്രഹം സ്വന്തമായിട്ട് തൊഴിൽ പഠിച്ചല്ലോ. ഇവിടെ വന്ന് നമ്മൾ സ്വന്തമായിട്ട് തൊഴിൽ പഠിച്ചു. അപ്പം അതിന് മുന്നോട്ട് കൊണ്ടുപോകണം. എന്തെങ്കിലും ചെറിയൊരു വരുമാനമെങ്കിലും ചെറിയൊരു വരുമാനത്തിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോയിട്ട് വലിയൊരു വരുമാനമാക്കി സപ്പോർട്ട് ചെയ്യണം, കുടുംബത്തിന് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. സർവ്വതും നഷ്ടപ്പെട്ടപ്പോൾ ഒരു തൊഴിൽ കണ്ടെത്തുക എന്നതായിരുന്നു ഇവർ നേരിട്ട വെല്ലുവിളി. ആഗ്രഹിച്ചതുപോലെ തൊഴിൽ പഠിച്ചെടുക്കാൻ സാധിച്ചതിൽ ചൂരൽമല സ്വദേശിനി സരിത കിഷോറിനുമുണ്ട് ഏറെ ആഹ്ലാദം. ഞങ്ങൾക്ക് ആത്മവിശ്വാസം തന്നെയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഒരു തൊഴിൽ ഇവിടെ പഠിപ്പിച്ചു തന്നല്ലോ. അമ്മേൻ്റെ ഒരു കാരണയും കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സഹായം കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ തയ്യലായാലും ഇപ്പോൾ എംബ്രോയ്ഡറി വർക്കായാലും രണ്ടും ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളത് കൂടുതൽ പഠിച്ചു. ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. ദുരന്തത്തെ അതിജീവിച്ചവർക്ക് കരുതലൊരുക്കണമെന്ന അമ്മയുടെ ആഗ്രഹം വിജയകരമാക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പ്രൊജക്ടിന്റെ ചുമതല വഹിച്ച ബ്രഹ്മചാരിണി കാരുണ്യാമൃത ചൈതന്യം പറഞ്ഞു. ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത് ഇവർക്ക് ഈ തൊഴിൽ പരിശീലനം കൊടുത്ത് അതിലോടൊപ്പം അവരെ ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു ഇതിൻ്റെ. അത് നമ്മൾക്ക് ഇവിടെ വിജയകരമായി പൂർത്തിയാക്കാനും സാധിച്ചു. ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകും. അവരെ ആ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പായിട്ടാണല്ലോ അവർ വർക്ക് ചെയ്യുന്നത്. അപ്പം അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മളിപ്പം മുന്നോട്ട് ശ്രമിക്കുന്നത്. അമൃത സർവകലാശാലയ്ക്ക് കീഴിലുള്ള സ്കൂൾ ഓഫ് സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ദുരന്തബാധിതരുടെ ഇടയിൽ സർവേ നടത്തിയായിരുന്നു തൊഴിൽ പരിശീലനം നൽകിയത്. സർവ്വതും നഷ്ടമായവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. 87 പേർക്ക് തയ്യൽ പരിശീലനവും 25 പേർക്ക് കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിലും പരിശീലനം നൽകി. കൊച്ചി അമൃത ആശുപത്രിയുടെ കീഴിലുള്ള ക്ലിനിക്കൽ സൈക്കോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെന്റൽ ഹെൽത്ത് കൗൺസിലിംഗും ഏർപ്പെടുത്തിയിരുന്നു. രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്, വയനാട്.